ഇന്ന് പറയുന്നത് IPL ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ചാണ്. ഈ സീസണിലെ എൻ്റെ ഫേവറേറ്റ് ടീമാണ് ചെന്നൈയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ഇതൊരു ടീമിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുന്നതാണ്. ഒരു എക്സ്പേർട്ട് പറയുന്ന പോലെ എടുക്കരുത്. ഞാനൊരു ക്രിക്കറ്റ് എക്സ്പേർട്ടല്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഇത്രയും കാലത്തെ കളി കണ്ടുള്ള എക്സ്പീരിയൻസ് വെച്ച്, ക്രിക്കറ്റ് കണ്ടുള്ള എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ചെന്നൈ ഈ IPL ഇതുവരെ 3 കളി തോറ്റിട്ടുണ്ട്. കളിച്ച കളികളിൽ 1 ഡൽഹി ക്യാപിറ്റൽസിനോട്, 2 സൺറൈസേഴ്സ് ഹൈദരാബാദിനോട്, 3 ഇന്നലെ ലക്നൗ സൂപ്പർ ജയൻസിനോട്. അപ്പോൾ ചെന്നൈ ടീമിന് ബാറ്റ്സ്മാൻമാരുടെ ഫോമില്ലായ്മ ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. കാരണം ചെന്നൈയുടെ ഇത്തവണത്തെ സ്ക്വാഡ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഏറ്റവും നല്ല IPL ഏറ്റവും നല്ലൊരു സ്ക്വാഡ്, എല്ലാം തികഞ്ഞൊരു സ്ക്വാഡ് തന്നെയാണെന്ന് പറയാം. പക്ഷേ അതിലെ പ്ലെയേഴ്സിൻ്റെ ഫോമില്ലായ്മ ചെന്നൈയെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അത് പല ജയിക്കാവുന്ന കളികളും തോൽപ്പിക്കുന്നിടത്തോട്ട് എത്തി എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം, ഈ ഫോമില്ലായ്മ. അപ്പോൾ ചെന്നൈ ഇപ്പോൾ ഇങ്ങനെ ഈ സ്ക്വാഡുമായി ഈ അവസ്ഥയിലൂടെ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്നത് തല ധോണിയുടെ, ഗെയ്ക്വാഡാണ് ക്യാപ്റ്റനെങ്കിൽ പോലും തല ധോണിയുടെ തന്ത്രങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അത് ധോണിയുടെ തന്ത്രങ്ങൾ ഒരുപാട് കപ്പ് വാങ്ങുന്നതിനൊക്കെ ഇന്ത്യൻ ടീമിനാണേലും ചെന്നൈ ടീമിനാണേലും ഗുണമായിട്ടുണ്ട്. പക്ഷേ അന്നേരം അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾക്ക് പഴക്കം വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരു നാണയത്തിൻ്റെ ഒരു വശം എന്നതുപോലെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഇദ്ദേഹത്തിൻ്റെ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഒരു തമാശ രൂപേണ പറയുകയാണെങ്കിൽ ലുടുക്ക് വിദ്യകളിലൂടെയൊക്കെ എങ്ങനെ ആളുകളെ ഔട്ടാക്കി കളി പിടിക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷേ അന്നേരം ഇദ്ദേഹത്തിന് ടോസ് കിട്ടണം, അനുകൂലമായ പിച്ചായിരിക്കണം, ഇതെല്ലാം കൂടെ വെച്ചാണ് ഇദ്ദേഹം ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇദ്ദേഹം ഒരു വിശ്വാസി തന്നെയാണ്. അപ്പം ഒരു വിശ്വാസത്തിൻ്റെ തത്വങ്ങളിൽ ഊന്നിയ, അല്ലെങ്കിൽ ആ പരിസരങ്ങളിലൊക്കെ വരുന്ന ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചാണ് ഇദ്ദേഹം കളി ജയിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കരിയർ എടുത്താൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നല്ല കഴിവുള്ള പ്ലെയേഴ്സുള്ള, അതായത് സ്വത്വബോധമുള്ള പ്ലെയേഴ്സിനോട്, ടീമിനോട് ഏറ്റുമുട്ടുമ്പോൾ ധോണിയുടെ ഈ തന്ത്രങ്ങൾ പാടുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് തന്നെ ഈ IPL സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡൽഹിക്കെതിരെ ഡൽഹി ആദ്യത്തെ മാൻഡേറ്ററി പവർ പ്ലേയിൽ ബോൾ സ്വിങ് ചെയ്യിച്ചപ്പോൾ ചെന്നൈ ടീമിൽ നിന്ന് വെള്ളം കുടിച്ചത്. പിന്നെ അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ജയിക്കാൻ പറ്റാണ്ട് പോയത്. പിന്നെ ഇന്നലെ LSGക്കെതിരെ, അതൊരു ബോളിംഗ് പിച്ച് ആണെങ്കിൽ പോലും അവിടെ വിക്കറ്റ് നേടാൻ സാധിക്കാത്ത പോയി. എല്ലാ ബോളർമാരും അമ്പയെ പരാജയപ്പെട്ടത് ഒക്കെ ഒരു വളരെ ദയനീയമായ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ. അതേസമയം വളരെ വമ്പൻ മാച്ചുകളെല്ലാം ചെന്നൈ ജയിക്കുകയും ചെയ്തു. RCBക്കെതിരെ ജയിച്ചു. അതുപോലെ തന്നെ നമ്മുടെ കൊൽക്കത്തേനെ പിടിച്ചു കെട്ടി ജയിച്ചു വന്ന കൊൽക്കത്തേനെ ആദ്യമായിട്ട് തോൽപ്പിച്ച് എനിക്ക് തോന്നുന്നു ചെന്നൈയാണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാക്ഷാൽ മുംബൈനെ തോൽപ്പിച്ചു. അപ്പോൾ പിന്നെ ഗുജറാത്തിനോടും ജയിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതെ, ഗുജറാത്തിനോടും ജയിച്ചു. അപ്പോൾ ഇങ്ങനെ 4 കളി ജയിച്ചു, 3 കളി തോറ്റു. അപ്പോൾ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് തല ധോണിയുടെ തന്ത്രങ്ങൾ തന്നെയാണ് ചെന്നൈക്കും ഇന്ത്യൻ ടീമിനൊക്കെ വിജയങ്ങൾ സമ്മാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ തന്ത്രം തന്നെ വീണ്ടും പയറ്റുമ്പോൾ ചില അവസരങ്ങളിലൊക്കെ ഈ തന്ത്രം പയറ്റണമോ എന്നുള്ളൊരു സംശയമാണ് നമുക്ക്. കാരണം എൻ്റെ ഒരു അറിവ് വെച്ചാണെങ്കിൽ ഇദ്ദേഹം പറയുന്ന സ്ഥലത്ത് എറിയുന്ന ബോളർമാരെ പറയുന്നത് പോലെ കളിക്കുന്ന ബാറ്റ്സ്മാൻമാരെയാണ് ടീമിലോട്ട് തിരഞ്ഞെടുക്കുന്നത്. അത് നല്ല കാര്യം തന്നെയാണ്. ആ ഒരു സ്ട്രാറ്റജിയൊക്കെ വെച്ചാണ് അവർ ജയിക്കുന്നത്. പക്ഷേ ഒരു പ്രത്യേക ഘട്ടം, ഒരു റിസ്ക് സിറ്റുവേഷൻ വരുമ്പോഴത്തേനും പ്ലെയേഴ്സിന് പിന്നെ സ്വന്തമായിട്ട് കളിക്കാൻ പറ്റാത്ത ചില അവസരങ്ങൾ വന്ന് കളി തോക്കുകയാണ്. അതൊരു പ്രശ്നമാണ്.
ഇതിന് നേരെ ചെന്നൈയുടെ നേരെ വിപരീതമായൊരു കഴിവുള്ള ടീമാണ് മുംബൈയുടെ കളി നോക്കിയാൽ അറിയാം. അവർക്കെല്ലാം സ്വന്തമായിട്ടൊരു സ്വന്തം തീരുമാനങ്ങൾക്കനുസൃതം കളിക്കുന്ന ആളുകളാണ്. അതിൻ്റെ ദോഷം അവർക്കുണ്ട് എങ്കിൽ പോലും അതിൻ്റെ വളരെ ഗുണങ്ങൾ ഉണ്ട്. അത് ചെന്നൈ ടീമിൻ്റെ തോൽവികൾ എടുത്ത് നോക്കുമ്പോഴത്തേനും മുംബൈ ടീമിൻ്റെ വിജയത്തെ നമ്മൾ ഓർമ്മിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ്. ധോണിയുടെ തന്ത്രങ്ങൾ നല്ലതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, എന്നാൽ അതേസമയം അതിന് ദോഷവശങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി പെരട്ട ഉപദേശമായി പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയാനും പറ്റത്തില്ല. അപ്പോൾ എന്താണേലും ഒരു ചെന്നൈ ഫാൻ എന്നുള്ള നിലയിൽ ഒരു സങ്കടകരമായ കാര്യമാണ് ഇത്രയും നല്ലൊരു സ്ക്വാഡ് ഉണ്ടായിട്ടും ഇങ്ങനെ ദയനീയമായ ചില തോൽവികളൊക്കെ ഏറ്റുവാങ്ങുക എന്നുള്ളത്. പിന്നെ അത് തന്നെയല്ല, ചെന്നൈ ടോസ് കിട്ടിയില്ലെങ്കിൽ തോക്കുക, ടോസ് കിട്ടിയാലേ ജയിക്കുകയുള്ളൂ. അനുകൂലമായ പിച്ച് ഉണ്ടെങ്കിലേ ഉള്ളൂ ജയിക്കാൻ പറ്റത്തുള്ളൂ. ടോസ് കിട്ടിയാലേ ജയിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടോസ് കിട്ടിക്കുന്ന ടോസ് അങ്ങ് തോറ്റ് കഴിയുമ്പോൾ ടോസ് കിട്ടാതെ വരുമ്പോൾ തോറ്റെന്നങ്ങ് സമ്മതിച്ചാൽ പോലെ പിന്നെ എന്തിനാണ് കളിക്കുന്നത്? മുരട്ട് ന്യായങ്ങൾ, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിശ്വാസിയുടെ ന്യായങ്ങളിൽ നിന്ന് വരുന്ന ജൽപ്പനങ്ങൾ മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ അനുകൂലമായ പിച്ച്, എത്രയോ ആൾക്കാർ എന്നാൽ പിന്നെ പിച്ച് അനുകൂലമായിട്ട് ടോസ് കിട്ടിയിട്ട് പിച്ചും അനുകൂലം അല്ലെങ്കിൽ കളി അങ്ങ് വേണ്ടെന്ന് വെച്ചാൽ പോരെ, എന്തിനാണ് കളിക്കുന്നത്? അതൊക്കെ ചുമ്മാ മുട്ടാക്കെട്ട് ന്യായങ്ങൾ മാത്രമാണ്. അതൊക്കെ ഈ പുതിയ എന്താ പറയണേ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിച്ച് റിപ്പോർട്ട്, അതുപോലെ തന്നെ ടോസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഒരു ഭാഗമായിട്ടാണ്. അത് വേണം, കാരണം ഇങ്ങനെ വേണം ഇനി, പഴയ ഫിലോസഫിക്കലായിട്ടല്ലാതെ പുതിയ ശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിൽ വേണം ആളുകൾ ജീവിക്കുവാനും മനസ്സിലാക്കുവാനും പറയുവാനും എഴുതുവാനും എല്ലാം ചെയ്യുവാനും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതൊരു വിശ്വാസപരമായ കാരണങ്ങളിൽ ഊന്നിയ ചില വിശ്വാസങ്ങൾ വെച്ച് അതിനെയൊക്കെ മുഖവിലേക്ക് എടുക്കുമ്പോഴത്തേനുമാണ് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല, കാരണം ഞാനൊരു ക്രിക്കറ്റ് എക്സ്പേർട്ടല്ല. പക്ഷേ ഒരു ടീമിൻ്റെ കളി കാണുന്നുള്ള ആളെന്ന നിലയിൽ, ടീമിനോട് ഇഷ്ടമുള്ള ആളെന്നുള്ള നിലയിൽ, ടീമിൻ്റെ ഒരു സപ്പോർട്ടർ എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടി വന്നു പോവുകയാണ്. അതേസമയം മറ്റു പല ടീമുകളും ചെന്നൈക്കില്ലാത്ത കഴിവിൻ്റെ കാര്യത്തിലൊക്കെ വിജയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നന്നായിട്ട് ബോൾ ചെയ്തു. തന്നെയല്ല, ചെന്നൈ പഴയ ഒരു ധോണിയുടെ ഇടപാടായിരുന്നു. ആദ്യം ഉള്ള ബോളുകളെല്ലാം മുട്ടി വന്നിട്ട് അവസാനം അടിച്ച് വിക്കറ്റ് കാത്തു വെച്ചിട്ട് അവസാനം അടിച്ച് സ്കോർ കയറ്റുക എന്നുള്ളത്. ആ പരിപാടി നിന്നുപോയി. കാരണം ഏകദിനത്തിൽ പണ്ട് 3 പവർ പ്ലേയിലായിരുന്നു. ആദ്യത്തെ മാൻഡേറ്ററി പവർ പ്ലേ 10 ഓവർ. പിന്നെ എനിക്ക് തോന്നുന്നു സാധാരണ ആൾക്കാർ എടുത്തുകൊണ്ടിരുന്നത് 35 തൊട്ട് 40 വരെ ഒരു 5 ഓവർ ബോളിംഗ് പവർ പ്ലേ എന്ന് പറഞ്ഞാൽ തോന്നുന്നു. അങ്ങനെ ഒരു പവർ പ്ലേ ഉണ്ട്. പിന്നെ ലാസ്റ്റത്തെ 10 ഓവർ ആയിരുന്നു, ഞാൻ മറന്നുപോയി. ലാസ്റ്റത്തെ 10 ഓവറാണെന്ന് തോന്നുന്നു പവർ പ്ലേ, വീണ്ടും ബാറ്റിംഗ് പവർ പ്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് അപ്പോൾ ഒരു 19, 20, 25 ഓവറാണ് പവർ പ്ലേ. ബാക്കി സാധാരണ പ്ലേ ഉള്ള സമയത്ത് ഫീൽഡേഴ്സിനൊക്കെ എവിടെ വേണമെങ്കിലും നിർത്താമെന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ധോണിയുടെ ഈ തന്ത്രങ്ങൾക്ക് വിലയുണ്ടായിരുന്നത്. ആ സമയത്ത് വിക്കറ്റ് പോകാണ്ട് തട്ടിമുട്ടി സിംഗിളൊക്കെ എടുത്ത് നിൽക്കുക എന്നുള്ളത്. പക്ഷേ അതിനുശേഷം ഈ ഒടുക്കത്തെ മുട്ട് തുടങ്ങി മാരെല്ലാം കൂടെ വിക്കറ്റ് കളയാണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ മുട്ടി കളി ബോറായി കഴിഞ്ഞപ്പോൾ തന്നെ ICC തന്നെ ആ നിയമം എടുത്തങ്ങ് മാറ്റി. അതായത് 50 ഓവർ ഫുള്ളും പവർ പ്ലേ. ആദ്യത്തെ 10 ഓവർ 2 ഫീൽഡേഴ്സേ പുറത്ത് കാണത്തുള്ളൂ. പിന്നത്തെ ഉള്ള 11ാമത്തെ ഓവർ തൊട്ട് 39ാമത്തെ ഓവർ വരെ എനിക്ക് തോന്നുന്നു 5 പേരേ ഉള്ളൂ. 5 ഫീൽഡേഴ്സിനെ പുറത്ത് നിർത്താം, 30 വാര സർക്കിളിന് പുറത്ത്. അതിനുശേഷമുള്ള ലാസ്റ്റത്തെ 10 ഓവർ അതും പവർ പ്ലേ ആണ്. അതിൽ 4 പേരെ പുറത്തുണ്ടാകാൻ പാടുള്ളൂ. അതോ നേരെ തിരിച്ചാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്.
4 പേരെ നടുക്കത്തെ ഓവറുകളിൽ 4 പേരെ വെളിയിൽ നിർത്തിയിട്ട് ലാസ്റ്റത്തെ 10 ഓവറിൽ 5 പേരാണോ വെളിയിൽ നിന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ഏകദിനങ്ങൾ അധികം അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ട് ICC മനഃപൂർവ്വം ഏകദിനത്തിനെ ഒന്ന് ചവിട്ടിയിട്ടുണ്ട്. ഏകദിനത്തിന് ആരാധകർ അത് അല്പം കുറഞ്ഞതുകൊണ്ട് ടെസ്റ്റിനും 2020 ഉയർത്തിക്കൊണ്ട് വരാനാണ് അവരുടെ ഒരു പ്ലാൻ എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പുതിയ ഏകദിനത്തിലെ എല്ലാ ഓവറുകളും പവർ പ്ലേ ആയതിനെ തുടർന്ന് എല്ലാ ബോളിലും സ്കോർ ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ധോണിയുടെ ഈ തന്ത്രങ്ങൾ ഏൽക്കില്ലാണ്ടായിപ്പോയി. കാരണം ആദ്യം തൊട്ട് അവസാനം വരെ അടിക്കണം, അല്ലാണ്ട് പണ്ടത്തെ പോലെ മുട്ടി നിന്നിട്ട് അവസാനം അടിക്കുന്ന പരിപാടി നിന്നുപോയി ഈ പരിപാടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. കാരണം ഒടുക്കത്തെ മുട്ടായിരുന്നു, ടെസ്റ്റിനെ വെല്ലുന്ന മുട്ടായിരുന്നു. അപ്പോൾ ഇത്രയും വായിട്ടലിച്ച് പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ പ്ലേകളിൽ മുട്ടുകയാണ് ഇപ്പോൾ ചെന്നൈ. വിക്കറ്റ് കാത്ത് സൂക്ഷിക്കുകയാണ്. അവസാനം വന്നിട്ട് തന്നെ അതും കൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നുമില്ല. ആദ്യം തൊട്ട് സ്കോർ ചെയ്യണ്ടേ. നമ്മുടെ എതിർ ടീം ആദ്യം തൊട്ട് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. ഒരു പവർ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കാൻ വേണ്ടിയിട്ടാണ്. ബാറ്റ്സ്മാൻമാർക്കും ബോളർമാർക്കും ഒരേ ഗുണം തന്നെയാണ് പവർ പ്ലേയിൽ കിട്ടുന്നത്. അതിൽ ആരാണോ മിടുക്കർ അവർ വിജയിക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ രണ്ട് ഫീൽഡേഴ്സും 30 വരെ സർക്കിളിന് പുറത്ത് ഉണ്ടായിരിക്കുമ്പോൾ മുട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം. അപ്പം ഇത് വിക്കറ്റ് പോകുന്നതുകൊണ്ടാണ് ടീമംഗങ്ങൾ ഫോമിലില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ ധോണിയുടെ പഴയ തന്ത്രങ്ങൾ തന്നെയാണ്, നമ്മളിതൊക്കെ കുറേ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വീണ്ടും വലിച്ചു വാരിക്കൊണ്ട് വരുന്നതൊക്കെ ടീമിന് ദോഷം ചെയ്യുമെന്നുള്ളതൊക്കെയാണ് പറയാനുള്ളത്. ഇങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് കാര്യകാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഇത്രയും നല്ലൊരു സ്കോഡ് ഉണ്ടായിട്ടും കളികളൊക്കെ ഇങ്ങനെ തോക്കുന്നത് കാണുമ്പോൾ ഒരു സങ്കടമുണ്ട്. പക്ഷേ എന്നാലും പല പ്രധാനപ്പെട്ട കളികളും ജയിച്ചതിലുള്ള സന്തോഷമുണ്ട്. ഇനിയും ചെന്നൈയുടെ സപ്പോർട്ടറായിട്ട് തുടരുന്നു ഈ സീസണിൽ. താങ്ക് യു. കൂട്ടിച്ചേർക്കാൻ വിട്ടുപോയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചെന്നൈയുടെ ബാറ്റിംഗ് ഓർഡറിന് ആണ്. അതും ഈ ധോണിയുടെ ഒരു പരിപാടിയാണ്. ആളുകളെ പല സ്ഥലത്തും മാറി ഇങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത്. അത്യാവശ്യം വരുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഇപ്പോഴും അങ്ങനെ ബാറ്റ്സ്മാൻമാരെ മാറ്റിയൊക്കെ ഇറക്കി തോന്നിയ സ്ഥലത്തൊക്കെ ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് കൺസിസ്റ്റൻസിയോടുകൂടി കളിക്കാൻ പറ്റാണ്ടാവും. ധോണിക്ക് ചിലപ്പോൾ അത് സാധിക്കുമായിരിക്കാം, കാരണം അദ്ദേഹത്തിന് ആ കഴിവുണ്ടായിരിക്കും. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. പലരെയും സ്ഥാനം മാറ്റിയൊക്കെ ഇറക്കി കഴിയുമ്പോൾ അവർക്ക് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ മോഡേൺ 2020 ക്രിക്കറ്റിനെ സംബന്ധിച്ചെന്ന് പറയുമ്പം ഇനിയുള്ള പ്ലെയേഴ്സെല്ലാം ഏത് പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന വിധത്തിൽ വളർന്നു വരണം. സ്പെഷ്യലിസ്റ്റുകളുണ്ടാകാം, എന്നാൽ പോലും അങ്ങനെയുള്ള ബാറ്റ്സ്മാൻമാരും ബോളർമാരും ആയിരിക്കും ഏത് സിറ്റുവേഷനിലും പെട്ടെന്ന് വന്ന് പ്ലേ ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സേ ഉള്ളൂ ഇനി ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ആ ഒരു രീതിയിലോട്ട് ഇപ്പോൾ ഉള്ള ചില പ്ലെയേഴ്സൊന്നും ഇപ്പോഴുള്ള ഭൂരിഭാഗം പ്ലെയേഴ്സും വളർന്നു വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് അങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ ചെന്നൈ ടീമിൽ നോക്കുന്നത് ഒരു ആയിട്ടുണ്ടെന്നൊക്കെയാണ് തോന്നുന്നത്, ഒരു ആരാധകൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുമ്പോഴത്തേനും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് എക്സ്പേർട്ടുകൾ സംസാരിക്കട്ടെ. അപ്പോൾ ചെന്നൈ ആ ബാറ്റിംഗ് ഓർഡറൊക്കെ ഒന്ന് പ്രോപ്പറാക്കി പവർ പ്ലേയിലൊക്കെ റണ്ണെടുത്ത് അങ്ങനെ ഒരു കൺസിസ്റ്റൻസി പ്രാപിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.